കൂട്ടുകാരെ, എൻ്റെ 2ാം ക്ലാസ്സിലെ പുസ്തകമാണ് മലയാളം. ഈ കുഞ്ഞു കഥയ്ക്ക് ഒരു പേരുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു തരാം. ഈ കുഞ്ഞു കഥയുടെ പേരാണ് ഒരു അവധിക്കാലത്ത്. അപ്പൊ ഞാൻ കഥ വായിക്കാമേ, എല്ലാവരും കേട്ടിരിക്കണേ. ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും വെളുപ്പിന് ഉണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം. അവിടെ ഉത്സവമാണ്. മക്കളെ, വേഗം കുളിച്ചോളൂ. വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. ഇതാണ് കൂട്ടുകാരെ ഒരു പേജില് ഭാഗമെടുത്ത് 6ാം നിലയിൽ നിന്ന് പടിയിൽ ഇറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ടു നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ബഹളമയം. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ടു നീങ്ങി. കാർ പാലത്തിലേക്കു കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി ചുക് ചുക് ചുക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു. കാർ നാട്ടിൻ പുറത്തെത്തി. റോഡിൽ തിരക്കു കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ. പാടത്തിനു നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട്. വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും. പിന്നിട്ട കാർ ചെമ്മൺ പാതയിലേക്കു തിരിഞ്ഞു. വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുപൊത്തി. ഓ, എൻ്റെ പൊന്നുമോൾ എത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കഥ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി വേറൊരു കുഞ്ഞിക്കഥയായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.